നമസ്കാരം. സമസ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം രൂപീകൃതമായ സർവ്വരാജ്യ സഖ്യം പരാജയമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് 1939 മുതൽ 45 വരെ നീണ്ടു നിന്നിരുന്ന രണ്ടാം ലോകമഹായുദ്ധം. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഉണ്ടായതിനേക്കാട്ടിൽ കൂടുതൽ മാരകമായിട്ടുള്ള യുദ്ധോപകരണങ്ങളാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധം അതിന്റെ അവസാന ഘട്ടമായപ്പോഴേ സമാധാനപരമായി തീരും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ലോകത്ത് തങ്ങളുടെ അണുബോംബ് പ്രയോഗിക്കുന്നതിന് വേണ്ടി അമേരിക്ക മനഃപൂർവ്വമായി തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കുകയായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഇന്നും അവിടെ ജനിക്കുന്ന കുട്ടികൾ വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ അടിമപ്പെടും. അങ്ങനെ അത്രത്തോളം മാരകമായിട്ടുള്ള യുദ്ധോപകരണങ്ങളും മാരകമായ അണുബോംബുകളും പ്രയോഗിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. അതുകൊണ്ട് തന്നെ ഇനി ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടായാൽ ഈ സമൂഹത്ത് മനുഷ്യരോ മറ്റ് ജീവജാലങ്ങളോ ഒക്കെ ജീവിച്ചിരിക്കുമോ എന്നുള്ളത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇനിയും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ലോക നേതാക്കളുടെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയായിരുന്നു യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ UNO എന്ന സംഘടന. ഈ UNOയിലേക്കും വേൾഡ് ബാങ്കിലേക്കും ഉള്ളതിൻ്റെ 68% ഫണ്ടും നൽകുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ UNO എന്ന് പറയുന്ന സംഘടന അമേരിക്കയുടെ ഒരു പാവയായിട്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസിന്റെ പരാജയം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങൾ പൊട്ടപ്പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മാരകമായിട്ടുള്ള യുദ്ധോപകരണങ്ങളാണ് മൂന്നാം ലോകമഹായുദ്ധത്തിൽ രണ്ട് ചേരിയിലും തിരിഞ്ഞ് ലോകരാജ്യങ്ങൾ ഒരേപോലെ നിൽക്കുന്നില്ല എങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങൾ മനുഷ്യനെ മുച്ചോടെ നശിപ്പിക്കുന്ന തരത്തിലുള്ള യുദ്ധോപകരണങ്ങളാണ് ലോകത്തിലെ വൻകിട രാജ്യങ്ങളും ചെറുകിട രാജ്യങ്ങളും വരെ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനവരാശിയുടെ ഭീഷണിയായി മാറുന്ന ഈ യുദ്ധം വേണ്ട, ലോകത്തിന് സമാധാനം വേണം എന്നുള്ളതാണ് ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം.